എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സൂര്യകുമാർ യാദവ് എന്ന പേര് കേൾക്കുമ്പോൾ ലോകത്തിലെ ഏത് കൊമ്പൻ ബൌളറുടെയും മുട്ടിടിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വരികൾ നിങ്ങൾക്കുള്ളതാണ്. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്നത് വെറുമൊരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല, മറിച്ച് ഒരു യുദ്ധമായിരുന്നു. അമേരിക്കയ്ക്കെതിരെ ഇന്ത്യൻ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞപ്പോൾ അവിടെ ഒരു പാറ പോലെ ഉറച്ചുനിന്ന് അമേരിക്കൻ ബൌളർമാരുടെ ഉറക്കം കെടുത്തിയ ഒരേയൊരു പേര് സൂര്യകുമാർ യാദവ്. സൂര്യയുടെ ബാറ്റിൽ നിന്ന് തീപ്പൊരി ചിതറിയപ്പോൾ അമേരിക്കൻ ബൌളർമാർ നിസ്സഹായരായി. പിന്നാലെ മുഹമ്മദ് സിറാജും അർഷ്ദീപ് സിംഗും തങ്ങളുടെ തീ തുപ്പുന്ന പന്തുകൾ കൊണ്ട് അമേരിക്കൻ ബാറ്റിംഗ് നിരയുടെ നടുവൊടിച്ചു. എന്നാൽ സുഹൃത്തുക്കളെ, യഥാർത്ഥ കളി തുടങ്ങിയത് മത്സരത്തിന് ശേഷമാണ്. ഇന്ത്യയുടെ ഈ അവിശ്വസനീയമായ ഉയർത്തെഴുന്നേൽപ്പ് കണ്ട് അതിർത്തിക്കിപ്പുറം മാത്രമല്ല, അങ്ങ് പാകിസ്ഥാനിൽ പോലും പ്രകമ്പനമുണ്ടായി. ഷോയബ് അക്തർ മുതൽ വസീം അക്രം വരെയുള്ള പാക് ഇതിഹാസങ്ങൾ ഇന്ത്യയുടെ ഈ പ്രകടനം കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഇതിഹാസങ്ങൾ സൂര്യയെക്കുറിച്ചും ഇന്ത്യൻ ബൌളർമാരെക്കുറിച്ചും പറഞ്ഞത്? ആ ഞെട്ടിക്കുന്ന സത്യങ്ങളും മത്സരത്തിന്റെ രോമാഞ്ചമടങ്ങാത്ത നിമിഷങ്ങളും നമുക്ക് നോക്കാം. വാങ്കഡയിലെ പോരാട്ടം തുടക്കം മുതൽക്കേ നാടകീയത നിറഞ്ഞതായിരുന്നു. ടോസ് നേടിയ അമേരിക്കൻ ക്യാപ്റ്റൻ മൊനാക് പട്ടേൽ ബൌളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ആ തീരുമാനം ഇത്ര കണ്ട് ഇന്ത്യയെ വലയ്ക്കുമെന്ന് ആരും കരുതിയില്ല. പിച്ചിലെ നേരിയ നനവും വീശിയടിച്ച കാറ്റും മുതലെടുത്ത് അമേരിക്കൻ ബൌളർമാർ ആദ്യ ഓവർ മുതൽ ഇന്ത്യയെ വരിഞ്ഞുമുറുക്കി. വെടിക്കെട്ട് വീരൻ അഭിഷേക് ശർമ്മ വലിയ ഷോട്ടുകൾക്ക് ശ്രമിച്ച് ആദ്യ ഓവറിൽ തന്നെ പുറത്തായപ്പോൾ വാങ്കഡെ സ്റ്റേഡിയം ഒന്നാകെ നിശബ്ദമായി. ഒരു ശ്മശാന മൂകത അവിടെ തളം കെട്ടി. പിന്നീട് വന്ന ഇഷാൻ കിഷൻ ചില മനോഹരമായ കവർ ഡ്രൈവുകളിലൂടെയും സ്ക്വയർ കട്ടുകളിലൂടെയും പ്രതീക്ഷ നൽകിയെങ്കിലും 20 റൺസിൽ അദ്ദേഹവും വീണു. പിന്നാലെ വന്ന തിലക് വർമ്മ ഒരു ഓവറിൽ 2 ഫോറും 1 സിക്സും പറത്തി ഗാലറിയെ ഇളക്കി മറിച്ചെങ്കിലും 25 റൺസിൽ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സും അവസാനിച്ചു. ദുരന്തം അവിടെയും തീർന്നില്ല. ശിവം ദൂബെ അക്കൗണ്ട് തുറക്കാതെ മടങ്ങിയതോടെ ഇന്ത്യ 46 റൺസിന് 4 വിക്കറ്റ് എന്ന അതീവ ദയനീയ നിലയിലേക്ക് കൂപ്പുകുത്തി. ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ച നിമിഷങ്ങൾ. അപ്പോഴാണ് ആ അവതാരം ക്രീസിലെത്തുന്നത്, നായകൻ സൂര്യകുമാർ യാദവ്. കളി കൈവിട്ടുപോയി എന്ന് കരുതിയ നിമിഷത്തിൽ സൂര്യ കളിയുടെ കടിഞ്ഞാൻ ഏറ്റെടുത്തു. ആദ്യം സിംഗിളുകളിലൂടെയും ഡബിളുകളിലൂടെയും സ്കോർ ബോർഡ് ചലിപ്പിച്ച സൂര്യ ബൌളർമാരെ കൃത്യമായി പഠിച്ചു. പിന്നെ കണ്ടത് വാങ്കഡെ സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ പ്രത്യാക്രമണമാണ്. കവറിന് മുകളിലൂടെയുള്ള ബുൾഗറ്റ് ഷോട്ടുകൾ, ഫൈൻ ലെഗിലേക്കുള്ള തന്റെ ട്രേഡ് മാർക്ക് സ്വീപ്പുകൾ, ലോങ് ഓണിന് മുകളിലൂടെ പറന്ന കൂറ്റൻ സിക്സറുകൾ. ഓരോ ഷോട്ടിലും ക്ലാസ് എഴുന്നു നിന്നു. 10ാം ഓവറിന് ശേഷം സൂര്യകുമാർ ഒരു കൊടുങ്കാറ്റായി മാറി. ഒരു ഓവറിൽ തുടർച്ചയായി 3 ബൗണ്ടറികൾ. 15ാം ഓവറിൽ 2 സിക്സറും 1 ഫോറും പറത്തി അദ്ദേഹം സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ഗാലറിയിൽ സൂര്യ സൂര്യ എന്ന മുദ്രാവാക്യം ഇടിമുഴക്കം പോലെ കേട്ടു. വെറും 49 പന്തിൽ 10 ബൗണ്ടറികളും 4 സിക്സറുകളും അടക്കം 84 റൺസ് നേടി പുറത്താകാതെ നിന്ന സൂര്യ ഇന്ത്യയെ 20 ഓവറിൽ 161 എന്ന പുരുതാവുന്ന സ്കോറിലെത്തിച്ചു. ഇതൊരു സാധാരണ ഇന്നിംഗ്സ് ആയിരുന്നില്ല, സമ്മർദ്ദത്തിന്റെ നെരുപ്പോടിൽ വാർത്തെടുത്ത തങ്കമായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അമേരിക്കയെ മുഹമ്മദ് സിറാജും അർഷ്ദീപ് സിംഗും ചേർന്ന് എറിഞ്ഞിട്ടു. പവർ പ്ലേയിൽ വെറും 13 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിൽ അമേരിക്കയെ തകർത്തെറിഞ്ഞ് ഇന്ത്യ രാജകീയ വിജയം സ്വന്തമാക്കി. ഈ ഉജ്ജ്വല പ്രകടനം കണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ലോകം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. റാവൽപിണ്ടി എക്സ്പ്രസ് ഷോയബ് അക്തർ തന്റെ അത്ഭുതം മറച്ചുവെച്ചില്ല. അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിക്കുക. ഇന്ത്യൻ ടീം തകർച്ച നേരിടുമ്പോൾ സൂര്യകുമാർ യാദവ് ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊരു ബാറ്റിംഗ് മാത്രമല്ല, അവിശ്വസനീയമായ മാനസിക കരുത്തിന്റെ പ്രകടനമാണ്. 4 വിക്കറ്റ് പോയിട്ടും പതറാതെ അവസാനം വരെ നിന്ന് ജയിപ്പിക്കാൻ ഒരു പ്രത്യേക തരം ധൈര്യം വേണം. സത്യം പറയട്ടെ, സമ്മർദ്ദഘട്ടങ്ങളിൽ എങ്ങനെ കളിക്കണമെന്ന് പാകിസ്ഥാൻ ടീം ഇന്ത്യയെ കണ്ടുപഠിക്കണം. പ്രതിസന്ധികളിൽ പതറാതെ അവസരങ്ങളെ അനുകൂലമാക്കുന്നതാണ് ചാമ്പ്യൻ ടീമിന്റെ ലക്ഷണം. മുൻ പാക് നായകൻ ഇൻസമാ മുൽഹക്കിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് ബഹുമാനമാണ്. സൂര്യയുടെ ഇന്നിംഗ്സിൽ ക്ലാസും പക്വതയും ഉണ്ടായിരുന്നു. സ്കോർ ബോർഡ് ചലിക്കാത്ത അവസ്ഥയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ടീമിനെ മാന്യമായ സ്കോറിലെത്തിച്ചത് വലിയൊരു കാര്യമാണ്. ഇന്ത്യ യുവതാരങ്ങൾക്ക് നൽകുന്ന പിന്തുണയും അവരുടെ സിസ്റ്റമും പാകിസ്ഥാനും മാതൃകയാക്കണം. സമ്മർദ്ദത്തെ അതിജീവിക്കുന്ന കല ഇന്ത്യയ്ക്ക് മനഃപ്പാടമാണ്. സ്വിംഗ് രാജാവ് വസീം അക്രം ബൌളർമാരെയാണ് വാനോളം പുകഴ്ത്തിയത്. സൂര്യയുടെ ബാറ്റിംഗ് മനോഹരമായിരുന്നു, പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് സിറാജും അർഷ്ദീപുമാണ്. പുതിയ പന്തിൽ അവർ വരുത്തിയ നാശനഷ്ടങ്ങൾ വേൾഡ് ക്ലാസ് ആയിരുന്നു. അമേരിക്കൻ ബാറ്റ്സ്മാൻമാർക്ക് ശ്വാസം വിടാൻ പോലും അവർ സമയം നൽകിയില്ല. ഇത്തരം മാച്ച് വിന്നർമാരായ ബൌളർമാരാണ് ഏതൊരു ടീമിനും വേണ്ടത്. അവസാനമായി ഷാഹിദ് അഫ്രീദി തന്റെ ശൈലിയിൽ പറഞ്ഞു, ഈ മത്സരം കണ്ട് മനസ്സ് നിറഞ്ഞു. ടീം പ്രതിസന്ധിയിലായപ്പോൾ സൂര്യ നടത്തിയ പ്രത്യാക്രമണം കാണേണ്ടത് തന്നെയായിരുന്നു. ഇന്ത്യ സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്ത രീതി ഉജ്ജ്വലമാണ്. ഇതാണ് ഹൈ ക്ലാസ് ക്രിക്കറ്റ്. ഇങ്ങനെ കളിക്കുന്നൊരു ടീമിനെ പിടിച്ചുകെട്ടുക അസാധ്യമാണ്. സുഹൃത്തുക്കളെ, പാക് ഇതിഹാസങ്ങളുടെ ഈ വാക്കുകൾ വെറുതെ പറയുന്നതല്ല. 46 റൺസിന് 4 വിക്കറ്റ് പോയ ഒരിടത്ത് നിന്ന്, അതും അമേരിക്ക പോലെ അപകടകാരികളായ ഒരു ടീമിനെതിരെ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്താൻ ഇന്ത്യക്ക് മാത്രമേ സാധിക്കൂ. ഈ മത്സരം നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഈ വർഷത്തെ T20 ലോകകപ്പ് ഇന്ത്യക്കുള്ളതാണ്. പ്രതിസന്ധികളിൽ തളരാത്ത ബാറ്റിംഗ് നിരയും എതിരാളികളെ വിറപ്പിക്കുന്ന ബൌളിംഗ് നിരയും ഉള്ളപ്പോൾ ആ കിരീടം ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. വാങ്കഡയിൽ കണ്ടത് വെറുമൊരു വിജയമല്ല, വരാനിരിക്കുന്ന ലോകകപ്പ് വിജയത്തിന്റെ ട്രെയിലർ മാത്രമാണ്. കപ്പ് നമ്മുടെ ചുണ്ടിലേക്ക് അടുക്കുകയാണ് സുഹൃത്തുക്കളെ. കാത്തിരിക്കുക ആ സുവർണ നിമിഷത്തിനായി. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.